ലഹരി കഴിച്ചാൽ ബ്രെയിനിന് വരുന്ന മാറ്റം മൊബൈൽ അഡിക്ഷൻ വന്നാൽ അതിനി എന്തായിക്കോട്ടെ, മൊബൈൽ അഡിക്ഷൻ ആയിക്കോട്ടെ, ലവ് അഡിക്ഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ബ്രെയിനിന് വരുന്ന ചേഞ്ച് ഒന്നാണ്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കൗമാരക്കാരായ പെൺകുട്ടികളുടെ ഉമ്മമാരും പെൺകുട്ടികളും നിർബന്ധമായിട്ട് വീഡിയോ ഒന്ന് കാണാം. ഫാത്തിമ ഹിബ എന്ന് പറയുന്ന ഈ ഒരു +1 പഠിക്കുന്ന ഈ പെൺകുട്ടിയുടെ അനുഭവം നമുക്കൊക്കെ വലിയൊരു പാഠമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഈ വിഷയം ഷെയർ ചെയ്യുന്നത്. ഫാത്തിമ ഹിബ +1 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നല്ല പഠിക്കാൻ മിടുക്കിയാണ്, നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ്. ഒരു ദിവസം ഇവരുടെ ഉമ്മ സാധാരണ സ്കൂളിൽ പോകുമ്പോൾ ഈ ഉമ്മ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. ഒരു ടൗണിൽ ഡ്രസ് കടയിൽ ഒരു ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഇവരുടെ ഭർത്താവൊക്കെ മരണപ്പെട്ടു പോയി. വളരെ പാവങ്ങളിതൊന്നും പറയാൻ കഴിയില്ല, എന്നാലും എല്ലാവരും സഹായ സഹകരണത്തോടെ ജീവിക്കുന്നതാണ്. ഇവർക്ക് ആ ഉമ്മാക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ചീത്തപ്പേര് ഉണ്ടാക്കാതെ ഈ മകളൊക്കെ ഒന്ന് വളർത്തി ഒരാളെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം, എങ്ങനെയെങ്കിലും നന്നായിട്ട് ഡിഗ്രി വരെയൊക്കെ പഠിപ്പിക്കണം. അതിന് വേണ്ടുന്ന അധ്വാനത്തിലാണ് ആ പാവ ഉമ്മ. അങ്ങനെ ഈ ഫാത്തിമ ഹിബയുടെ സാധാരണ ഈ സ്ത്രീ ചെയ്യൽ രണ്ടുപേരും ഒന്നിച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഈ സ്കൂട്ടിയിൽ മോളെ ടൗണിൽ ബസ് സ്റ്റോപ്പിൽ ഇറക്കി കൊടുക്കും. അങ്ങനെ ഈ ഉമ്മ എന്ത് ചെയ്യും, ടെക്സ്റ്റൈൽസിലേക്ക് ജോലിക്ക് പോകും. ഇങ്ങനെ സാധനം സംഭവിക്കലും. ഒരു ദിവസം ഇവർക്ക് നേരത്തെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മകളുടെ ബാഗിൽ ഇവർ ഭക്ഷണത്തിൻ്റെ ഈ ചോറ്റുംപാത്രമൊക്കെ റെഡിയാക്കിയിട്ട് വെച്ച് കൊടുക്കുമ്പോഴാണ് ഇവളുടെ ഈ ബാഗ് ഒന്ന് ഈ ഉമ്മ ചെക്ക് ചെയ്യുക എന്തോ അങ്ങനെ തോന്നി വെക്കാൻ നേരത്ത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ ബാഗിൽ ഒരു മൊബൈൽ ഫോൺ. ഈ ഉമ്മ ആകെ തളർന്ന്, ഒരു സാംസങ്ങിൻ്റെ നല്ലൊരു ഫോണ്. ആ ഉമ്മാക്ക് കണ്ണ് കാണാത്തൊരവസ്ഥ. ഇതെന്താണ്, ഏതാണ്, അതിന് ലോക്കുണ്ട്, ഫോൺ ഉപയോഗിക്കുന്നൊരു ഫോണാണ്, ഒന്നും തുറന്നു നോക്കാൻ പറ്റണില്ല. ഈ ഉമ്മ ഇങ്ങനെ ഇടിവട്ടേറ്റതുപോലെ ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. അങ്ങനെ മോള് കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഉമ്മാക്ക് ഇതും കണ്ട് സഹിക്കാൻ, അങ്ങനെ ഉമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ഈ വാപ്പ മരിച്ചു പോണത് വരെ ഈ മകളെ പൊന്നുപോലെ നോക്കിയതാണ്. അസുഖം വന്നിട്ട് മരണപ്പെട്ടു പോയതാണ് ആ വാപ്പ. ഒരു ചീത്തപ്പേരും അതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും മറ്റൊരു കല്യാണത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ മോളുടെ ഭാവി നോക്കിയിട്ടാണ് ഈ ഉമ്മ രണ്ടാമതൊരു കല്യാണത്തിന് തയ്യാറാവാതിരുന്നത്. കാരണം തൻ്റെ മകൾക്ക് താനൊരു രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ട് ആ ഉപ്പാനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, എന്തെങ്കിലും മാനസിക പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ആ ഉമ്മാക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ആ മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഉമ്മയാണ്. അവർ ജോലിക്ക് പോകുന്നത് ഈ ഭർത്താവ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആ ഭർത്താവ് പറയലുണ്ട്, ഞാനില്ലെങ്കിലും ജീവിക്കാൻ വേണ്ടി നീ പഠിക്കണം എന്ന് കരുതി പറഞ്ഞിട്ട് ഭർത്താവ് ഉള്ളുമ്പോൾ തന്നെയാണ് അവരെ ടെക്സ്റ്റൈൽസിൽ ഒരു ജോലിക്ക് ആക്കിയത്. മൂപ്പർക്ക് സത്യത്തിൽ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഗൾഫിൽ തരക്കേടില്ലാത്ത ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, എന്തെങ്കിലും ഒരു കാരണവശാൽ ഞാനെന്നൊരാളില്ലാതായാലും നീ പട്ടിണി കിടക്കുക, അതുകൊണ്ട് നിനക്ക് ഇപ്പം തന്നെ ഒരു ജോലിയുടെ ഭാഗം വേണം. അത്ര വലിയ പഠിപ്പൊന്നും ഇവർക്കില്ല. അങ്ങനെയാണ് ഇവർ ടൗണിലെ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോയിരുന്നത്. അത് പക്ഷേ എന്തോ ഒരു ഇതിന് ആ ഭർത്താവിൻ്റെ അഭാവം വന്നപ്പോൾ വളരെ ധൈര്യത്തോടു കൂടി ആ ജോലി കണ്ടിന്യൂ ചെയ്യാനും തൻ്റെ ഇടത്തോടു കൂടി തൻ്റെ മകളെ നോക്കാനും ആ ഉമ്മാക്ക് സാധിച്ചത് അന്ന് ഭർത്താവ് കൊടുത്തൊരു കരുത്താണ്. ഈ ഉമ്മാകെ തരിച്ചിരുന്നു. ഒരു നാട്ടിൽ ഒരു ചീത്തപ്പേരും ഇല്ല, എല്ലാ സാധ്യതകളുണ്ട്, ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും. അപ്പോൾ ഈ ഒരു മകൾ ഈ രീതിയിൽ ഫോൺ യൂസ് ചെയ്യണത് ആ ഉമ്മക്ക് ഇങ്ങനെ ദേഷ്യം കയറി നിൽക്കുമ്പോൾ മോള് കുളിഞ്ഞു വന്നിട്ട് ഉമ്മ എന്തെങ്കിലും നോക്കണമെന്ന് വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞ്, ഈ ഇന്നെ ചതിക്കരുന്നില്ലേ, അന്നെങ്ങനെ നോക്കി ഉണ്ടാക്കിയിട്ട് അനക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ട് ഇന്നോട് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ഉമ്മ കണ്ട് കടന്ന് കരയാൻ തുടങ്ങി. മോള് വെച്ച്, എന്താണ് ഉമ്മ പ്രശ്നങ്ങൾ, കാര്യം പറയും. എനിക്ക് ഇവിടുന്ന് എൻ്റെ ബാഗിൽ ഈ ഫോൺ ഞാൻ കണ്ടല്ലോ, ഈ ഫോൺ ഇവിടുന്ന് കിട്ടുന്നുണ്ട്, എനിക്കറിയില്ല. ഇവള് ഉറപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയില്ല, ഇത് ഞാൻ എൻ്റേതല്ല, ഇതെങ്ങനെ വന്ന് ഇവള് വെച്ചത് ജിന്ന് കൊടുന്നോ, നിന്റെ ബാഗിൽ ഈ ഒരു ഫോൺ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് കൃത്യമായിട്ട് മറുപടി ഇല്ല. ഇവള് പറഞ്ഞു, ഇന്ന് ഞാൻ ടീച്ചറുടെ അടുത്തേക്ക് ചെല്ലും, ടീച്ചറോട് ഞാൻ കാര്യം പറയും, ഇങ്ങനെ ഒരു മകളുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങോട്ട് ഉമ്മാക്ക് സങ്കടത്തിലേറെ, ഇങ്ങനെ എന്താ പറയുക, ഇത് തന്നെ പറ്റിച്ചല്ലോ എന്നുള്ള സങ്കടമാണ് ഉമ്മാക്കേറുള്ളത് ഫോണ് കണ്ടതിനേക്കാളും. അവസാനം ഇവള് പറഞ്ഞു, ഉമ്മ ഞാൻ പറയാം, നിങ്ങൾ ടീച്ചറോട് പറയണ്ട, ടീച്ചറോട് പറഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ ഹെഡ് ടീച്ചറുടെ അടുത്ത് ചെല്ലും, പിന്നെ അത് ക്ലാസ്സിൽ ഞാൻ നോട്ടപ്പുള്ളിയാവും, എൻ്റെ പഠനത്തൊക്കെ അത് ബാധിക്കും, ഞാൻ കാര്യം പറയാം. അപ്പോൾ ഇവള് പറഞ്ഞു, സ്കൂൾ വിട്ട് വരുന്ന ഭാഗത്ത് ഞങ്ങൾ ഇടക്ക് വെള്ളം കുടിക്കാനൊക്കെ മറ്റേ കയറുന്ന ഒരു ബേക്കറി കടയുണ്ട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ. ആ ബേക്കറി കടയിൽ ഒരു ചെക്കൻ കുറേ ദിവസമായിട്ട് എൻ്റെ പിന്നാലെ അടക്കാൻ തുടങ്ങിയിരിക്കണം, ഓൻ അങ്ങനെ ഇഷ്ടമാണ്, മറ്റൊരാണ്, മറിച്ചതാണ്, ഇങ്ങനെ പലതും പറഞ്ഞു. ഒരു ദിവസം അതായത് ഓൻ്റെ ഫ്രണ്ടിന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തിനായിട്ട് ഒരു ഇതാണ് ലൈൻ ഉണ്ട്. അപ്പോൾ ആ പെൺകുട്ടി വശമാണ് ഈ സാധനം കൊടുത്തയച്ചെൻ്റെ ബാഗിൽ വെച്ചത്. പിന്നെ അവൻ ഇടക്കിടക്ക് വിളിക്കലുണ്ട്. അപ്പോഴാണ് ഉമ്മ ഓർക്കണത്, കുറച്ച് ദിവസങ്ങളായിട്ട് ഇവളെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് വാതിലടച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഈ ഫോൺ വിളിയാണ് എന്നുള്ളത് ഉമ്മാക്ക് ആദ്യം ഇത് മനസ്സിലായിരുന്നില്ല എന്താണ്. കാരണം അത്രയും ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് ഈ ഉമ്മയും മോളും ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായപ്പോൾ അതിപ്പോൾ ഒരു ഉമ്മയോട് ആ പെൺകുട്ടി ഷെയർ ചെയ്തില്ല. ഉമ്മാക്കത് കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഉമ്മ ഫോൺ വാങ്ങി കരഞ്ഞിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, ഞാനൊന്നും മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെ പെട്ടുപോയതാണ്. ആ ഉമ്മ പറഞ്ഞു, മോളൊന്നും പറയണ്ട, ഓനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവളായിട്ട് അന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന് ലീവാണെന്ന് ആ ഉമ്മ വിളിച്ചു പറഞ്ഞിട്ട് ഇവളായിട്ട് നേരെ എന്ത് ചെയ്തു,
വണ്ടിമേ കയറ്റിയിട്ട് നേരെ സ്കൂളിലേക്ക് ഇവിടെ ഈ ഒരു ബസ്സിലൊന്നും കയറ്റി കൊണ്ടുപോകാതെ ഇവരെ സ്കൂട്ടിയിൽ സ്കൂളിൽ കൈ കൊടുത്തു. അപ്പോൾ അവിടെ കട തുറക്കുന്ന ഒരു സമയമാണ്, ബേക്കറി കട തുറക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ കടയിൽ തൊഴിലാളി കൂടിയാണ് ഈ ഒരു ചെറുക്കൻ. അപ്പോൾ ആ ചെറുക്കൻ ആ സ്കൂളിൽ പഠിച്ചവനാണ്. ആ സ്കൂളിൽ അവന് പഠിക്കുന്ന സമയത്ത്, അവന് +2 എങ്ങാനും പഠിക്കുന്ന സമയത്താണ് ഇവള് 10ാം ക്ലാസ്സിലേക്ക് വരുന്നുള്ളൂ. ഇവൾ ആ 10ൽ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഇവൾക്ക് +2ലും സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവളെ അറിയാം. അങ്ങനെ അവരന്ന് നോട്ടിട്ടതാണ്. ഇങ്ങനെ അതൊക്കെ ഒരു രസമാണല്ലോ, ഏതെങ്കിലും പെൺകുട്ടിനായിട്ട് ഇങ്ങനെ ലൈൻ അടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുനടക്കുക, എന്നിട്ട് കുറേ ഫോൺ കൊടുക്കുക. ഇതുകൊണ്ടുണ്ടാവുന്ന ഭാവിയിലെ നഷ്ടങ്ങളൊന്നും ഇവർക്ക് ഒരു ബോധം ഉണ്ടാവില്ല. അങ്ങനെ ഇവള് നേരെ ഈ ഉമ്മ നേരെ കടയിൽ ചേർച്ച് ചെന്നിട്ട്, അപ്പം തന്നെ ചെക്കനിക്ക് മനസ്സിലായി ഈ പെൺകുട്ടി ഉമ്മയും കൂടി വരുന്നുണ്ട്, ഇങ്ങനെ സീനാകെ മാറിയിക്കണം എന്നുള്ളത്. ചെന്നം കണ്ട് അവൻ്റെ ഇതിനണ്ട് പിടിച്ചിട്ട് ആ ഒന്നം കണ്ട് കൊടുത്ത് ആ കടയിൽ കയറിയിട്ട് ആ ചെങ്ങായിയുടെ മോന്തൊക്കെ ഇട്ട് ഒന്നണ്ട് കൊടുത്തേക്ക് ഓനൊക്കെ തരിച്ചു നിന്നിട്ട് ഞാൻ പറഞ്ഞ തെറി അവിടെ പറഞ്ഞില്ല. എൻ്റെ മോൾക്ക് ഫോൺ കൊടുക്കാൻ ആടാ ആരോട് ഈ എന്താ എൻ്റെ മോളെ രക്ഷിതാവോ, ആര് പറഞ്ഞിട്ടാണ് ഈ ഫോൺ കൊടുത്ത്, എൻ്റെ മോൾക്ക് ഫോൺ കൊടുക്കാൻ സമയമാകുമ്പോൾ ഞാൻ കൊടുക്കൂലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കിടന്ന് റൈസായി. കടകളൊക്കെ തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അധികം ആളുകളില്ല. സ്കൂളുകളൊക്കെ കുട്ടികളൊക്കെ ബസ്സിൽ പോവുകയാണ്, അവരാരും ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല. നല്ല അങ്ങോട്ട് കിട്ടി. രണ്ട് പടയം അങ്ങോട്ട് 2 സൈഡിൽ കൊണ്ട് കൊടുത്തിട്ട് ഫോൺ ഒറ്റ എറിഞ്ഞ് ഫോൺ പിടിച്ചു. എൻ്റെ മോൾക്ക് ഇനി ഒരു പെൺകുട്ടിക്ക് ഇനി ഫോൺ കൊടുക്കരുതെന്ന് പറഞ്ഞു. ഈ ഫാത്തിമ ഹിബാഗ തരിച്ചു നിൽക്കുകയാണ്. കാരണം ആ ഒരു മകളോട് പറഞ്ഞ പൊന്നു മോളെ, എനിക്ക് ഞാൻ പറഞ്ഞിരുന്നതല്ലേ സമയമാകുമ്പോൾ ഞാൻ മേടിച്ചു തരും ഫോണ്. ഇതുപോലെയുള്ള വലകളിൽ പോയി ചാടിയിട്ടും പൊന്നു മോള് ഭാവി പോയി കളയണ്ട. ഇന്ന് ഞാൻ ടീച്ചറോട് ഞാൻ പറഞ്ഞില്ല, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് തന്നെ. അവനാകെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ തുണിയിൽ അപ്പിട്ട പോലത്തെ നിർത്താണ്. ഇങ്ങനത്തെ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ പരിപാടി നിന്ന് പോകുന്നത്. ഞാൻ ഈ ഉമ്മ ഫാത്തിമ ഹിബ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഉമ്മ വിധവയാണ്, മകളെ നോക്കാൻ വേണ്ടി അത്രയും പെടാപാട് പെടുന്നതാണ്. ഒരു തരത്തിൽ അതിന് ഫോണിന് അഡിക്ഷൻ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഉമ്മാക്ക് പിടിച്ചാൽ കിട്ടൂല. പലപ്പോഴും ഇത്രയും കേസുകൾ സംഭവിക്കുന്നത് വെച്ചാൽ പല രക്ഷിതാക്കളും കൃത്യമായിട്ട് അറിയില്ല എന്താ ചെയ്യേണ്ടതല്ലോ. മക്കളുടെ കാര്യത്തിൽ അവർ ശ്രദ്ധ കുറഞ്ഞിട്ട് അല്ലെങ്കിൽ മക്കളെ വിശ്വസിച്ചിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ അബദ്ധങ്ങളിൽ പോയി ചാടുക. നമ്മൾ ഈ പെൺകുട്ടികളുടെ ഫോൺ ഉപയോഗത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഷീജ മലപ്പുറത്തുള്ള അവർ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കുക. അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതേ രക്ഷയുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ മാറിയെന്നർത്ഥം. ഒരു ലഹരി ഇല്ലേ, ഇപ്പം നമ്മൾ MDMA ഒക്കെ പറയുന്ന ലഹരിയില്ലേ, ഇത് കഴിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ മാറുക, അതേപോലെയാണ് അഡിക്ഷൻ വന്നാൽ മാറുന്നത്. ബ്രെയിൻ ലഹരി ആയാലും മൊബൈലായാലും എല്ലാം ഒരേപോലെയാണ്. ബ്രെയിനിൽ ചേഞ്ച് വരുന്നത് ഒരേപോലെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലഹരി കഴിച്ചാൽ ബ്രെയിനിന് വരുന്ന മാറ്റം, മൊബൈൽ അഡിക്ഷൻ വന്നാൽ അതിനി എന്തായിക്കോട്ടെ, മൊബൈൽ അഡിക്ഷൻ ആയിക്കോട്ടെ, ലവ് അഡിക്ഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ബ്രെയിനിന് വരുന്ന ചേഞ്ച് ഒന്നാണ്. അപ്പോൾ അവിടെ ചികിത്സ ഒരേപോലെയാണ് ഉണ്ടാവുക. അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഏത് അഡിക്ഷൻ ആയാലും ലഹരി കൊടുക്കുന്ന അതേപോലത്തെ തന്നെ ചികിത്സയും മെഡിസിനൊക്കെയാണ് എവിടെയും കൊടുക്കേണ്ടത്. ഈ മൊബൈൽ അഡിക്ഷന് കൊടുക്കേണ്ടി വരിക. അഡ്മിറ്റഡൊക്കെ ആയി ഒരു മെഡിസിനും ഇതൊക്കെ കൊടുത്ത് അവരുടെ കെമിക്കൽ ഇൻബാലൻസ് ഒക്കെ ബ്രെയിനിൽ കുറച്ച് കൊണ്ടുവന്ന് മൈൻഡ് നോർമലാക്കിയതിന് ശേഷം പിന്നെ കൗൺസിലിംഗ് കൊടുത്ത് അവരെ പഴയ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ കൊടുക്കുന്നത്. മൊബൈൽ കൊടുത്താൽ മാത്രമേ കുട്ടി ഭക്ഷണം കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുട്ടി ഭക്ഷണം കഴിക്കില്ല എന്ന് ഉണ്ടാക്കിയത് നമ്മളാണ്. ആ കുട്ടിക്ക് വേറെ വലുതായാലും എന്ത് വേണം, ഫസ്റ്റ് പ്രയോറിറ്റി മൊബൈൽ തന്നെ വേണം. കുട്ടിയുടെ ബ്രെയിനിൽ എഴുതി കൊടുത്തതാണല്ലോ ചെറുപ്പത്തില്. അപ്പം അത് പാരന്റിങ്ങിലൂടെയാണ് ശരിക്കും ഇതിനൊരു നമ്മൾ ആദ്യം നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. പെട്ടെന്ന് ഈ അഡോളസൻസിൽ വെച്ചിട്ട് പെട്ടെന്ന് കുട്ടീനെ വഴക്കാറിട്ട് കാര്യമില്ല. കുട്ടിയല്ല അവിടെ പ്രോബ്ലം വേറെയാണ്. ആ പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കാണുമ്പോഴാണ് കുട്ടി അവിടെ കറക്റ്റ് ആവുള്ളൂ. അല്ലാതെ കുട്ടീനെ അടിച്ചിട്ടോ കുട്ടീനെ പണിഷ്മെൻ്റ് എടുത്ത് വഴക്ക് പറഞ്ഞ് മുറിയിൽ പൂട്ടിയിട്ട് ഒന്നും അവിടെ ഒരു രക്ഷയില്ല. നമ്മുടെ പ്രോബ്ലം വേറെയാണ്. കുട്ടി എങ്ങനെ ഈ ഒരു അഡിക്ഷൻ വന്നു, ആ സംഭവം നമ്മൾ പതുക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഒറ്റയടിക്ക് നിയന്ത്രിക്കുമ്പോഴാണ് ഈ ആത്മഹത്യക്ക് പോകുന്നത്. ഇന്ന് മുതൽ വേണ്ട എന്ന് പറയുക, ഒറ്റയടിക്ക് എടുത്തേക്കുക. മാർക്ക് കുറഞ്ഞാൽ അന്ന് പൊതുവേ അങ്ങനെ വരിക, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ അന്ന് മുതൽ മൊബൈലില്ല. അപ്പോൾ അത് കുട്ടിക്ക് പെട്ടെന്ന് അവനെ ഇങ്ങനെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുകയാണല്ലോ. നമ്മൾ ഓരോ കാര്യം നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം കുട്ടിക്ക് അത് ആ രീതിയിൽ ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് വരുന്നു. സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ മുന്നിൽ എന്താണോ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന കാര്യം ചെയ്യാണ്. ഇനി ജീവിക്കണ്ട, മൊബൈലില്ലാതെ എനിക്ക് കഴിയില്ല, വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ മരിക്കാന്നല്ല മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നു. ഈ റീൽസുകൾ ഇങ്ങനെ കാണുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം? കാരണം റീൽസിലൊന്നും പൊതുവേ കോമഡി ലെവലിലുണ്ടാവുക. പക്ഷേ റീൽസുകൾ തന്നെ കുറേ ഒരു സെമി സെക്സായ റീൽസുകളും പൊതുവെ വരാറുണ്ട്. കുട്ടികൾ പൊതുവെ തമാശയെ കാണില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് റീൽസുകൾ ഇങ്ങനെ നിരന്തരം? തീർച്ചയായിട്ടും റീൽസ് ഇപ്പോൾ ഒരു അഡിക്ഷൻ ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളെ വരെ വെച്ച് നോക്കുകയാണെങ്കിൽ റീൽസ് ഫസ്റ്റ് എല്ലാവർക്കും അറ്റൻഷൻ ഇല്ലാത്തൊരു തലമുറയായിട്ട് മാറുകയാണ്. അറ്റൻഷൻ ഡിസോർഡർ ആയിട്ട് മാറുക. കാരണം എന്താ വെച്ചാൽ ADD എന്ന് പറയാം. പിന്നെ ഇപ്പോൾ ഈ ഒരു റീൽസിൻ്റെ ടൈം എന്ന് പറയുന്നത് മാക്സിമം 1 മിനിറ്റ് അല്ലേ. അപ്പോൾ ഒരു കുട്ടിയുടെ അറ്റൻഷൻ സ്പാന് ആ രീതിയിലേക്ക് നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് കൊണ്ടുവരണം.
ഒരു ക്ലാസ് റൂമിൽ 45 മിനിറ്റ്സാണ് ഒരു ക്ലാസ് റൂം ഉള്ളത്, ഒരു സ്കൂളിലൊരു ക്ലാസ് റൂം ഉള്ളത്. അതിൽ പിന്നെ നോർമലി ഒരു മനുഷ്യന് ഒരു പ്രത്യേക കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയ 20 മിനിറ്റ്സാണ്. ആ 20 മിനിറ്റ്സും കഴിഞ്ഞ് പിന്നെ കുട്ടികൾ എന്തായാലും അറ്റൻഷൻ പോകുമായിരുന്നു. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ 10 മിനിറ്റ് പോലും കുട്ടികൾക്ക് ക്ലാസ്സിൽ അറ്റൻഷൻ കിട്ടണില്ല. അപ്പോൾ അതിനൊരു കാരണം ഇത്തരം കുറഞ്ഞ സമയമുള്ള കാര്യങ്ങൾ കണ്ട് അവരുടെ മൈൻഡ് അതിനനുസരിച്ച് സെറ്റായി കഴിഞ്ഞു. നിരന്തരം റീൽസ് കാണുന്ന കുട്ടിക്കാണെങ്കിൽ ഒട്ടും അറ്റൻഷൻ ഉണ്ടാവില്ല. പക്ഷേ ഭാവിയിൽ പഠന വൈകല്യം വരുന്ന ഉറക്കം. അപ്പോൾ ഈ അറ്റൻഷൻ ഡിസോർഡർ ഉള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയാം, ADD. ഇത് 2 തരമാണുള്ളത്. ഒന്ന് ADHD എന്ന് പറയും, അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. രണ്ടാമത്തേതാണ് ODD എന്ന് പറയാം, ഒപ്പോസിഷണൽ ഡിഫിയൻ്റ് ഡിസോർഡർ. ADDൻ്റെ 2 തല. 2 തലത്തിലുള്ള കുട്ടികൾക്കും ശ്രദ്ധ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ ADHD ആണെങ്കിൽ ഇവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. ഒരു സെക്കൻഡ് ഇരിക്കാൻ കഴിയില്ല. ക്ലാസ് റൂമിലായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കണം, വീട്ടിലായാലും ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യില്ല, അങ്ങനെ നടക്കും. പിന്നെ അത് ഹൈപ്പർ ആക്ടിവിറ്റിയും കൂടെ വരികയാണ് അതിൽ. പക്ഷേ മറ്റേ വിഭാഗം ഉണ്ടല്ലോ, ODD എന്ന് പറയുന്നത്, ഇവർ എല്ലാവർക്കും നല്ല കുട്ടികളായിരിക്കും. ഇപ്പോൾ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിനോട് നമ്മൾ ചോദിച്ചാൽ പറയും, അവനൊരു കുഴപ്പമില്ലല്ലോ, അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന കുട്ടിയാണല്ലോ, നല്ല സൈലൻ്റ് ആണല്ലോ, എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്ന് പറയും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒന്നും അറിയണ്ടാവില്ല, പരീക്ഷയ്ക്ക് ഒട്ടും മാർക്ക് ഉണ്ടാവില്ല. പക്ഷേ ആള് നല്ല സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ കേട്ടിരിക്കും, കാരണം അറ്റൻഷൻ സ്പാൻ ഉണ്ടാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.